എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ കർഷകർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ഗഡു തുകയാണ് 22ാമത് ഗഡുവായിട്ട് എത്തിച്ചേരേണ്ടത്. കഴിഞ്ഞ വർഷം 3-ാം മാസമായിട്ടുള്ള ഫെബ്രുവരിയിലായിരുന്നു ഗഡു തുക എത്തിയത്. നേരത്തെ ഫെബ്രുവരി മാസത്തിൽ 22ാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ എത്തിയിരുന്നുവെങ്കിലും തുക വിതരണം മാർച്ച് മാസം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. ഫെബ്രുവരി മാസത്തിൽ തുക വിതരണം ഉണ്ടാകുമെങ്കിൽ അതോടൊപ്പം തന്നെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തുമായിരുന്നു. എന്നാൽ ഇതുവരെ PM കിസാൻ ഗഡു വിതരണത്തെ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും എത്താത്ത സാഹചര്യത്തിലാണ് 22ാമത്തെ ഗഡു മാർച്ച് മാസത്തിൽ എത്തുമെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. തുക വിതരണം ചെയ്യുന്ന തീയതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കാരണമാകാം പ്രഖ്യാപനം വൈകുന്നത്. എന്നാൽ 22ാം ഗഡു വിതരണത്തിനുള്ള സാങ്കേതിക നടപടികളൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. വിതരണം ചെയ്യുവാനുള്ള തീയതി മാത്രം ഇനി പ്രഖ്യാപിച്ചാൽ മതി. ഗുണഭോക്താക്കൾ പട്ടിക പുതുക്കൽ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ജനുവരി 27 പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ PM കിസാൻ വെബ്സൈറ്റിൽ 22ാമത്തെ ഗഡുവിന്റെ ഓപ്ഷൻ ലഭ്യമാണ്. എന്നിരുന്നാലും ഈ മാസത്തിനുള്ളിൽ വിതരണം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ പുതിയ ലിസ്റ്റ് സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകർക്ക് PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമേ 2000 രൂപയുടെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പുതിയ ഗുണഭോക്താക്കൾ ലിസ്റ്റ് പരിശോധിക്കുന്നതിനായിട്ട് വെബ്സൈറ്റിൽ പോയി സംസ്ഥാനം, ജില്ല, വില്ലേജ് തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. വില്ലേജിലെ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ലഭ്യമാകുന്നത്. ഇതിൽ നിന്നും നിങ്ങളുടെ പേര് തിരഞ്ഞെടുത്ത് സ്റ്റാറ്റസ് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കേണ്ടത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് ലാൻഡ് സീഡിംഗ് എന്നീ നടപടികളും പൂർത്തിയായിരിക്കേണ്ടതാണ്. ഇവ കൃത്യമല്ലാത്തവർക്ക് തുക മുടങ്ങുവാൻ സാധ്യതയുണ്ട്. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് DBT മുഖേന പണം കൈമാറുന്ന രീതി ആയതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാറിൽ ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത്തരത്തിൽ ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാത്ത നിരവധി പേരുടെ തുക മുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർ ആധാറും ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടും തുക എത്താത്തവർ നിങ്ങളുടെ ഏത് അക്കൗണ്ടുമായാണ് ആധാർ അവസാനമായിട്ട് ലിങ്ക് ചെയ്തതെന്ന് പരിശോധിക്കേണ്ടതാണ്. ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുന്നത്. ഏതായാലും PM കിസാന്റെ 22ാമത്തെ ഗഡു വിതരണത്തിനായിട്ടുള്ള സാങ്കേതിക ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സൗകര്യപ്രദമായിട്ടുള്ള തീയതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. തുക വിതരണത്തിന്റെ തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികപരമായിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറിയിക്കുമ്പോൾ നിങ്ങളെ കൃത്യസമയത്ത് തന്നെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.